Next, two-dimensional continuous random variables. Let x and y be continuous random variables. Then we can say that they are jointly continuous if for a subset A of a plane where A corresponds to an event, then probability that xy belong to A, this probability distribution function is double integral over A f of xy dx dy, where the small f of xy is called joint PDF, joint probability density function of x and y. Okay, so joint PDF of x and y, the two variables, random variables are f of x, y. And if you want to find a probability that a less than x less than b, ഇങ്ങനൊരു പ്രോബിലിറ്റി ചോദിച്ചിട്ടുണ്ടെങ്കിൽ y less than t, that is x between a and b, y between c and d, then integrate x from a to b, y from c to d. എന്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം? പി ഡി എഫിന് ഇൻ്റഗ്രേറ്റ് ചെയ്യണം. എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇനി വേറെ പ്രോപ്പർട്ടി റേറ്റിലുള്ളതുപോലെ തന്നെ കണ്ടിന്യൂസിലും ടോട്ടൽ പ്രോബിലിറ്റി ഈസ് 1. അപ്പോൾ ടോട്ടൽ പ്രോബിലിറ്റി 1 ആണെങ്കിൽ ഇൻ്റഗ്രൽ എക്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, വൈ ഓൾസോ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ് ഇസ് ഈക്വൽ ടു 1. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ total probability is equal to 1. Okay. Then we have joint cumulative distribution function. So joint cumulative distribution function is denoted by in the capital F. Capital F of x y is probability that സാധാരണ ഡെഫിനിഷൻ ഇതാണ്, probability that x less than or equal to x, y less than or equal to y, ഡിസ്ക്രീറ്റ് ആയാലും കണ്ടിന്യൂസ് ആയാലും. ഇനി ഇത് കണ്ടിന്യൂസ് കേസിലാകുമ്പോൾ ഇതെങ്ങനെ ഇവാലുവേറ്റ് ചെയ്യുമെന്ന് വെച്ചാൽ എക്സ് അപ് ടു എക്സ്, സോ മൈനസ് ഇൻഫിനിറ്റി ടു എക്സ്, ദെൻ വൈ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു വൈ, എഫ് ഓഫ് എക്സ് വൈ ഡി വൈ ഡി എക്സ്. ഇത് നമുക്ക് ജോയിൻറ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടും. ഓക്കെ, ജോയിൻറ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ കിട്ടും. സോ ജോയിൻറ്റ് ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്കതിന് എഫ് ഓഫ് എക്സ് വൈ പി ഡി എഫ് കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഡെറിവേറ്റീവ് എടുക്കാം അല്ലേ. ക്യാപിറ്റൽ എഫ് നിന്ന് സ്മോൾ എഫിലോട്ട് പോകാനായിട്ട് ഇതിൻ്റെ ഡെറിവേറ്റീവ് എടുത്താൽ, വിത്ത് റെസ്പെക്ട് ഏതാണോ വേരിയബിൾ ഡെറിവേറ്റീവ് എടുത്താൽ നമുക്ക് പി ഡി എഫ് കിട്ടും. തിരിച്ച് എഫ് കണ്ടുപിടിക്കാനാണെങ്കിൽ ഇതിന് ഇൻ്റഗ്രേറ്റ് അല്ലേ, നമ്മളിവിടെയൊക്കെ ഇൻ്റഗ്രേറ്റ് അല്ലേ ചെയ്യുന്നത്. സിൻസ് ദർ ആർ ടു വേരിയബിൾസ്, ഡോ സ്ക്വയർ ബൈ ഡോ എക്സ് ഡോ വൈ ഓഫ് വിത്ത് എഫ് ഓഫ് എക്സ് വൈ. ഇനി ഇവിടെ പറയാനുള്ളത് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് ആണ്. നമ്മൾ ഡിസ്ക്രീറ്റിൻ്റെ കേസിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻസ് കണ്ടിട്ടുണ്ട്, കണ്ടിന്യൂസിൻ്റെ കേസിൽ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ എഴുതാം. മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് എഫ് എക്സ് ഓഫ് എക്സും, മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എഫ് വൈ ഓഫ് വൈ. ഓക്കെ, ഇതിൻ്റെ കഴ്സറിന് എന്തോ പ്രശ്നം. എഫ് എക്സ് ഓഫ് എക്സ് മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സും, എഫ് വൈ ഓഫ് വൈ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ. അപ്പം നമ്മളിത് എങ്ങനെ ചെയ്യുന്നത് വെച്ചാൽ എഫ് എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, ഇത് മൈനസ് ഒന്നുമല്ല, എഫ് എക്സ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇവിടെ നമ്മൾ സാധാരണ ഡിസ്ക്രീറ്റിലാണെങ്കിൽ എന്ത് ചെയ്യും? വൈ വേരി ചെയ്യും. അപ്പോൾ ഇവിടെ അതുപോലെ വൈ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ് വൈ, വൈ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി വൈ. അപ്പം ഇഫ് യു ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ ആൻഡ് അപ്ലൈങ് ലിമിറ്റ് ഫോർ വൈ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, ദിസ് വിൽ ബി ഇൻ ടേംസ് ഓഫ് എക്സ് ഓൺലി. അപ്പോൾ ഇതിനാവുള്ളൂ. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ. അതുപോലെ മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈ എഫ് വൈ ഓഫ് വൈ എങ്ങനെ എഴുതാം? അപ്പം അതിൽ വൈ ഫിക്സ് ചെയ്തിട്ട് എക്സിനെ വേരി ചെയ്യും. എക്സ് ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു ഇൻഫിനിറ്റി, എഫ് ഓഫ് എക്സ് വൈ ഡി എക്സ്. So we get the marginal distribution of y. Okay, അതുപോലെ marginal distribution of marginal
മാർജിനൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഉണ്ട്, അതുപോലെ മാർജിനൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈയും ഉണ്ട്. ഓക്കെ, മാർജിനൽ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് എക്സ് ഇസ് എഫ് എക്സ് ഓഫ് എക്സ് and it is equal to integrate from minus infinity to x fx of x, okay, dx. അതുപോലെ ക്യുമുലേറ്റീവ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് y ആണെങ്കിൽ എഫ് വൈ ഓഫ് y, ഇറ്റ് ഈസ് ഇൻ്റഗ്രൽ ഫ്രം മൈനസ് ഇൻഫിനിറ്റി ടു y. എന്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം? മാർജിനൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് വൈന് ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ഓക്കെ, ഇനി ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാനുള്ളത്, ദ ടു റാൻഡം വേരിയബിൾസ് എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആകാനുള്ള കണ്ടീഷനാണ്. അപ്പോൾ ഇൻഡിപെൻഡൻ്റ് ആണോ എന്ന് അറിയാനായിട്ട് എഫ് ഈക്വൽ ടു എഫ് ഓഫ് എക്സ് വൈ ഇസ് ഈക്വൽ ടു എഫ് എക്സ് ഓഫ് എക്സ് ഇൻറ്റു എഫ് വൈ ഓഫ് വൈ കിട്ടുമെന്ന് നോക്കിയാൽ മതി. അപ്പോൾ ഇത് ഹോൾഡ് ചെയ്താൽ നമുക്ക് എക്സ് ആൻഡ് വൈ ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാം. ഓക്കെ, ഈ ഒരു പ്രോബ്ലം നോക്കാം. The joint PDF of x and y is f of xy is equal to c for 1 less than x less than 3 and 2 less than y less than 4, 0 otherwise. C. First question, find C. Second question, find P of 1 less than x less than 2 and 3 less than y less than 4. Third one, find P of x plus y less than or equal to 5. അപ്പോൾ ഇനി ഒരു ക്വസ്റ്റ്യൻ ആണെങ്കിൽ, അപ്പോൾ ആദ്യം നമുക്ക് സി വേണം അല്ലേ. അപ്പോൾ ഇതിൽ വേറൊരു കാര്യമുള്ളത്, ഇരിക്കുന്ന റീജിയൻ നോക്കുകയാണെങ്കിൽ പ്ലോട്ട് ഇറ്റ് എക്സ് ഫ്രം 1 to 3. അപ്പം എക്സ് 1 വെർട്ടിക്കൽ ലൈൻ, എക്സ് 3 ആകുമ്പോൾ അനദർ വെർട്ടിക്കൽ ലൈൻ. അതുപോലെ വൈ ഫ്രം 2 to 4, y2 ഒരു ഹൊറിസോണ്ടൽ ലൈൻ, y4 again a horizontal line through the point 4. അപ്പം ഇതിനിടയ്ക്കുള്ളതിനായിരിക്കും നമ്മുടെ വാലിഡ് ആയിട്ടുള്ള റീജിയൻ. PDF വരുന്നത് ഈ ഒരു റീജിയനകത്തായിരിക്കും. അപ്പം ഇത് പോയിട്ട് ബാക്കി എല്ലായിടത്തും വാല്യൂ 0 ആണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സി കണ്ടുപിടിക്കണമെങ്കിൽ